അപ്പം മാഡത്തിനോട് എനിക്ക് പറയാനുള്ളത് നമ്മളെ ജീവിതയാത്രയിലൂടെയാണ് എല്ലാവരും ഓരോ വേഷം കെട്ടി ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പം മാഡമൊക്കെ പാടി ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ജോഷിയ മാഡം ഇങ്ങനെ ഹൈ റേഞ്ചിലായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ആ റേഞ്ചിലൊന്നും എത്തിയിട്ടില്ല. മാഡത്തിന് ഇനി ഒരുപാട് റേഞ്ചിൽ എത്താനുള്ള കഴിവുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. സത്യമായിട്ട് അത് ഞാൻ സത്യമായ വാക്കുകളാണ് പറയുന്നത്. ഒന്നും ഞാനൊരു അച്ഛൻ ഇന്നലെ പറഞ്ഞത് കൃത്രിമമായിട്ടുള്ള കാര്യം എന്നല്ല പറയുന്നത്. അപ്പോൾ താങ്കളുടെ കലാപരമായ കഴിവിൻ്റെ യാത്രയുടെ പകുതി ഭാഗത്തെ താങ്കൾ എത്തിയിട്ടുള്ളൂ. ജീവിതം കലാജീവിതം ഇനിയും കഴിവുള്ളപ്പോഴേ ഇത് എന്താ പറയുക ആവതുള്ള കാലത്തെ ഏറ്റാൻ പറ്റുമെന്ന് പറഞ്ഞല്ലേ, ആ ഒരു കഴിവുകളെ ഇനിയും ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനും ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മൾ മണിച്ചേട്ടനെ പോലെ ഒരു വ്യക്തിയായി തീരാനുള്ള കഴിവുള്ള വ്യക്തിയാണ്. ഒരിക്കലും ഒരു പോയിന്റ് പോലും ആ കലാവാസനയിൽ നിന്ന് താഴോട്ട് പോകാനുള്ള അവസരം ഉണ്ടാവരുത്. മുന്നോട്ട് തന്നെ ഉണ്ടാവട്ടെ. നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ, നമ്മളൊക്കെ ഇത് കാണുമ്പോൾ ഇപ്പോൾ ഈ വയലൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. കോട്ടയം അച്ചായമാരാണല്ലോ. അപ്പോൾ എന്താ പറയുക, ഇതെല്ലാം നമ്മളൊരു കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. കവുങ്ങ്, കാച്ചിൽ, ചേമ്പ്, ചേന, വയലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എന്താ പറയുക, ഇന്നത്തെ തലമുറയെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഇതൊന്നും പണിയെടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ വിറ്റ് ഇങ്ങനെ എന്താ പറയുക ബിസിനസ്സിലേക്ക് ഇറങ്ങിയോട് കൂടിയിട്ടേ ഇതിലേക്കൊന്നും ഇപ്പോൾ ഇതിലേക്ക് പോകുന്നില്ല. നമ്മളെ കരി പുറത്തുനിന്ന് മേടിക്കല കുത്തരിയൊക്കെ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആ കുത്തരി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ തന്നെ എന്താ പഴയ ആ ഒരു ഇത് ശരിക്കും വിശ്രമ ജീവിതത്തിന്റെ ഒരു മൂഡിലാണ് മക്കൾ പണിയെടുത്തിട്ട്. നമുക്ക് ജീവിതകാലം എത്ര പണിയെടുക്കാൻ കഴിയും അത്രത്തോളം പോകണം എന്നുള്ള ആഗ്രഹക്കാരനാണ്. ഒരു ചാക്ക് മേടിച്ചിട്ട് ഇവന്റെ അടുത്ത് കുറച്ച് കുത്തരി എടുത്ത് ഇവിടുത്തെ ഒരു ജന്മിയാണ്. അപ്പൊ ഇവിടുത്തെ ഈ മില്ലിലെ ഈ ചേട്ടനൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചേട്ടന് ഇവിടെ നല്ല ശുദ്ധമായ കുത്തരി വിൽക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യം പോലെ എത്ര 2-3 ചാക്ക് വാങ്ങിക്കോളൂ. പോവാ നേരത്തെ ഒന്ന് വരച്ചു കൊടുത്തൊരു പറയും. ശരിക്കും കാപ്പിത്തോട്ടും ആ ഒരു എന്താ പറയാ, വയനാട്ടിന്റെ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ്. അതല്ലേ നമ്മള് വയനാട്ടിൽ കൂടിയിരിക്കുന്നത്. ഒരു രസം തന്നെയുള്ളൂ. വയനാട് എന്ന് പറയുന്ന സാധനം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കാപ്പിത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് നടക്കുന്നത്.